നിരന്തരം നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ബി.ജെ.പി. സർക്കാരിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്യുന്നതിനിടയിൽ ശശി തരൂർ വീണ്ടും വള്ളിക്കേസ് പിടിക്കുകയാണ്. പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി ഒരുക്കിയ അത്താഴ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതാണ് പുതിയ വിവാദമായി മാറുന്നത്. ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് രംഗത്ത് വരികയും ബി.ജെ.പി. നേതൃത്വം ശശി തരൂരിനെ പിന്തുണച്ചു വരികയും ചെയ്തിട്ടുണ്ട്. വിരുന്നിൽ പങ്കെടുക്കുന്നെന്ന കാര്യം തരൂർ പാർട്ടിയോട് ആലോചിച്ചില്ല എന്നാണ് എ.ഐ.സി.സി. വൃത്തങ്ങൾ അറിയിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയെയും ക്ഷണിക്കാതിരുന്ന വിരുന്നിലാണ് തരൂർ പങ്കെടുത്തത്. ക്ഷണം തരൂർ സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നും പാർട്ടിയോട് കൂടിയാലോചിക്കാതെയാണ് തരൂർ പങ്കെടുത്തതെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറയുന്നുണ്ട്. വിരുന്നിന് ക്ഷണം നൽകിയവരും പോയവരും ചോദ്യം നേരിടണമെന്നും താനായിരുന്നെങ്കിൽ നേതാക്കളെ വിളിക്കാത്ത വിരുന്നിന് പോകില്ലായിരുന്നുവെന്നും ഖേര പറഞ്ഞു. പാർട്ടിയിലെ നമ്മുടെ നേതാക്കൾക്ക് ക്ഷണം ലഭിക്കാതിരിക്കുകയും നമ്മളെ ക്ഷണിക്കുകയുമാണെങ്കിൽ മനസാക്ഷിയോട് ചോദിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണമെന്നാണ് അവർ പറയുന്നത്. ഇതിലെല്ലാം രാഷ്ട്രീയം കളിക്കുന്നുണ്ടെന്നും ക്ഷണിക്കുന്നവരുടെയും ക്ഷണം സ്വീകരിക്കുന്നവരുടെയും മേൽ സംശയത്തിന്റെ നിഴലുണ്ടെന്നും പവൻ ഖേര പറയുന്നുണ്ട്. എന്നാൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നും മറ്റു വ്യാഖ്യാനങ്ങൾ വേണ്ടെന്നുമാണ് ശശി തരൂരിന്റെ നിലപാട്. തനിക്ക് ക്ഷണം ലഭിച്ചതായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ശശി തരൂർ നേരത്തെ അറിയിച്ചിരുന്നു. തനിക്ക് ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലാത്തതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നുമാണ് തരൂരിന്റെ പ്രതികരണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ബഹുമാനാർത്ഥം ഇന്നലെ വൈകിട്ടാണ് രാഷ്ട്രപതി ഭവനിൽ വിരുന്നൊരുക്കിയത്. രാഷ്ട്രീയം, ബിസിനസ്, സാംസ്കാരികം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. രാജ്യം സന്ദർശിക്കുന്ന രാഷ്ട്രതലവന്മാർക്ക് രാഷ്ട്രപതി ഭവനിൽ അത്താഴ വിരുന്ന് നൽകി ആദരിക്കുന്ന കീഴ്വഴക്കവുമുണ്ട്. അത്താഴ വിരുന്നിൽ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും അതിഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. സന്ദർശനത്തിനെത്തിയ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകളിൽ പ്രതിപക്ഷ പ്രതിനിധികളെ ക്ഷണിക്കാതെ മോദി സർക്കാർ ദീർഘകാല പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് വിവാദം ഉയർന്നത്. ഗാന്ധിയുടെ വിമർശനം അടിസ്ഥാനരഹിതമാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. 2024 ജൂൺ 9 പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റതിനു ശേഷം അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഉൾപ്പെടെ കുറഞ്ഞത് 4 വിദേശ രാഷ്ട്ര തലവന്മാരെയെങ്കിലും അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ഈ വർഷം കോൺഗ്രസിനുള്ളിൽ നിന്ന് തരൂർ എതിർപ്പ് നേരിടുന്നത് ഇതാദ്യമായിട്ടല്ല.